ബേസിക്കലി കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഡിസീസ് ഓഫ് ഹാർട്ട് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ സർക്കുലേഷൻ, ഡിസീസസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദ സർക്കുലേഷൻ. അതിൽ വരുന്ന രോഗങ്ങളാണ് കൊറോണറി ഹാർട്ട് ഡിസീസ്, ആൻജൈന, ഹാർട്ട് അറ്റാക്ക്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്. ഇത്തരം ഡിസീസുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസിൽ ഫസ്റ്റ് വരുന്നത് ബ്ലഡ് പ്രഷറെ കുറിച്ചാണ്. നമ്മൾ ബ്ലഡ് പ്രഷർ എടുത്തു കഴിഞ്ഞാൽ, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ബേസിക്കലി ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദ സർക്കുലേറ്റിംഗ് ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽ. ബ്ലഡ് നമ്മുടെ ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഈ ട്യൂബിൽ കൂടി എല്ലാം പോകുമ്പോൾ അത് ആ ഒരു വെസലിന്റെ ഭിത്തിയിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ബ്ലഡ് പ്രഷർ നമ്മുടെ പല രോഗങ്ങളുടെയും ഒരു ഇൻഡിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഫിസിയോളജിക്കൽ സ്റ്റേറ്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ നമ്മൾ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും പ്രഷർ നോക്കുന്നത്. കാരണം പ്രഷറിൽ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് സം അണ്ടർലൈങ് ഡിസീസ്. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതാണ് ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നോർമലി ഒരു വ്യക്തിയുടെ പ്രഷർ എന്ന് പറയുന്നത് 120/80 എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 80/120. 120 എന്ന് പറയുന്നത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും മാക്സിമം പ്രഷർ ബ്ലഡ് വെസലിൽ വരുന്നത്. ആ മാക്സിമം പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയമുണ്ട്. ഈ റിലാക്സ് ചെയ്യുന്ന സമയത്ത് പ്രഷർ പരമാവധി മിനിമം ആയിരിക്കും. ആ ഒരു പ്രഷറിനെ നമ്മൾ 80 എന്നാണ്, 80 mm ഓഫ് മെർക്കുറി എന്നാണ് പറയുന്നത്. അപ്പൊ നോർമലി 120/80 അല്ലെങ്കിൽ ചിലപ്പോൾ 80/120 എന്ന രീതിയിൽ പറയുന്നുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് ആണ് നോർമൽ പ്രഷർ. ഈ നോർമൽ പ്രഷറിലും കൂടുതൽ പ്രഷർ ഒരു വ്യക്തിയിൽ വരികയാണെങ്കിൽ ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ്ഡ് പ്രഷർ, ബ്ലഡ് പ്രഷർ that is consistently high, സാധാരണ ഇതിൽ 120/80 എന്ന് പറയുന്ന ഒരു നിലവിൽ നിൽക്കുന്ന ഈ പ്രഷർ അതിലും കൂടുതലായിട്ട് 120ക്ക് മുകളിലായിട്ട് വരിക, ചിലപ്പോൾ 140 വരിക, അല്ലെങ്കിൽ 150 വരിക, 160 ഒക്കെ വരിക. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ പ്രഷറിനെ ഹൈപ്പർ ടെൻഷൻ എന്ന ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു 120ക്ക് ഒരു മുകളിലോട്ട് വയ്ക്കുമ്പോഴേക്കും മൈൽഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. 130ക്ക് മുകളിൽ പോകുമ്പോൾ കുറച്ചും കൂടി മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. 140 കൂടി പോകുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ഹൈപ്പർ ടെൻഷൻ, സിവിയർ ഹൈപ്പർ ടെൻഷൻ. 140ക്ക് മുകളിലോട്ടുള്ള എല്ലാ പ്രഷറിനെയും നമ്മൾ വളരെ ഉയർന്ന ഹൈ പ്രഷർ ആയിട്ടാണ് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുന്നത്. അപ് ടു 140 വരെയൊക്കെ ഏകദേശം ഒരു ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രഷറിന്റെ ഒരു ഇത് നമ്മളൊരു എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണുന്നത്. അതുപോലെ വേറൊരു അവസ്ഥയും കൂടി ഇതിനകത്ത് കാണാൻ പറ്റും. അനദർ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, ദ പ്രഷർ ഈസ് ലോ. പ്രഷർ ലോ ആയി പോവുക എന്നൊരവസ്ഥയുണ്ട്. പ്രഷർ ലോ ആയി പോയാലുള്ള കുഴപ്പം എന്താ? ബ്ലഡ് ആ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കൂടി അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ കൂടി പാസ് ചെയ്ത് പോകണമെങ്കിൽ, ഒഴുകി പോകണമെങ്കിൽ തന്നെ ഒരു ചെറിയൊരു ഫോഴ്സ് അതിന് ആവശ്യമാണ്. ആ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡിന്റെ സ്പീഡ് ഓഫ് മൂവ്മെന്റ് കുറയും. അതാണ് ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ. സ്പീഡ് ഓഫ് മൂവ്മെന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചിലപ്പോൾ ബ്ലഡ് എത്തിയെന്ന് വരില്ല. അതാണ് ബ്ലഡ് പ്രഷർ കുറയുമ്പോഴുള്ള ഒരു പ്രശ്നം. അപ്പൊ നോർമലി ഒരു നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 80 ആണ് അതിന്റെ ഡയസ്റ്റോളിക് പ്രഷർ, അല്ലെങ്കിൽ ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന പ്രഷർ 80 ആണ്. ആ 80ലും കുറവായിട്ട് വരികയാണെങ്കിൽ, ചിലപ്പോൾ 70, 60 ഒക്കെ വരികയാണെങ്കിൽ അത് ഒരു നല്ല സിറ്റുവേഷൻ അല്ല. ഹയർ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ലോവർ പ്രഷർ ഒത്തിരി നേരം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് പ്രഷർ ഉണ്ടെന്ന്. ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുമ്പോൾ ലോ ബ്ലഡ് പ്രഷർ ആണ്. മറ്റൊന്ന് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോഴേക്കും ഹൈ ബ്ലഡ് പ്രഷർ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനും പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. ഇപ്പൊ ലോങ് ടൈം ഹൈപ്പർ ടെൻഷൻ, അത് ഈ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പൊതുവെ നമ്മൾ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഒരു സൈലന്റ് കില്ലർ എന്നാണ് പറയുന്നത്. സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. മറ്റേതെങ്കിലും രോഗമാണെങ്കിൽ അതിനൊരു സിംറ്റം ഉണ്ടാവും.
പക്ഷെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള വ്യക്തിക്ക് പുറമെ യാതൊരു വ്യത്യാസമോ യാതൊരു അസ്വസ്ഥതകളോ ഒന്നും സാധാരണയിൽ കാണാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പലപ്പോഴും അൺഡിക്റ്റേറ്റഡ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ അൺഡയഗ്നോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഡിക്റ്റേറ്റഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ അത് ലോങ് ടേമിൽ നമ്മുടെ കിഡ്നിക്കെല്ലാം ധാരാളം ഡാമേജസ് വരുത്തും. അപ്പൊ ഉദാഹരണമായിട്ട് പ്രധാനമായിട്ട് കിഡ്നി ഫെയിലിയർ ആണ്. ഇപ്പൊ ഈ ഒത്തിരി ഹയർ പ്രഷറിൽ കൂടി ബ്ലഡ് കിഡ്നിയുടെ ഇതിൽ കൂടി പോകുമ്പോഴേക്കും കിഡ്നിയുടെ ഈ ഫിൽറ്ററിങ് അപ്പാരറ്റസ് ഉണ്ട്. നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നെഫ്രോൺ എന്നൊക്കെ പറയണം. ഈ ട്യൂബ്യൂൾസിന് ഡാമേജ് വരും. ഇതിന് ഡാമേജ് വന്നു കഴിയുമ്പോഴാണ് കിഡ്നി അത് ഫെയിലിയർ ആയി പോകുന്നത്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ലോങ് ടേം ഹൈപ്പർ ടെൻഷൻ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ദെൻ അത് സ്ട്രോക്ക് വരാം, മറ്റുള്ള ഹാർട്ട് ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇറ്റ് ഈസ് അൺഡിക്റ്റേറ്റഡ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്രീക്വന്റ് മോണിറ്ററിങ്. അപ്പോൾ ആൻഡ് ആബ്സെൻസ് ഓഫ് സിംറ്റം. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഒരു നിശ്ചിത പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്ലഡ് പ്രഷർ ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ കാണിക്കില്ല. കാരണം 40 എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കാണ് നമുക്ക് പ്രഷർ, കൊളസ്ട്രോള് അങ്ങനെയുള്ള പല ഡിസീസസിന്റെയും ഒരു ആരംഭമാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഡാമേജ് ഹാർട്ടിനോ കിഡ്നിക്കോ ഇതിനൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കും. ദെൻ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രോബ്ലം ഇത് ഞാൻ നേരത്തെ പലപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ 2 or 3 ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ വരികയാണെങ്കിൽ ഇറ്റ് ഇസ് എ റിസ്ക് ഫാക്ടർ ഫോർ മെനി കാർഡിയോവാസ്കുലർ ഡിസീസ് ലൈക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, എന്യൂറിസം. എന്യൂറിസം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ഹാർട്ടിന്റെ ആ ഒരു റിതത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്യൂറിസം എന്ന് പറയും, അല്ലെ എന്യൂറിസം. പിന്നെ അതുപോലെ ക്ലോട്ട് ഫോർമേഷൻ, ഇതുമൊക്കെ എന്യൂറിസത്തിന്റെ ഇതിൽ വരുന്ന കേസുകളാണ്. ദെൻ വേറൊരു പ്രത്യേകത, ഈ ഹാർട്ടിന്റെ ഈ ഒരു ബ്ലഡ് പ്രഷർ നമ്മൾ ലോവർ ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് പ്രധാനമായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ. എൻഗേജ് ഇൻ 150 minutes ഓഫ് മോഡറേറ്റ് ഇന്റൻസിറ്റി ഓർ എയറോബിക് എക്സർസൈസ് എവറി വീക്ക് ഓർ 75 minutes എ വീക്ക് ഓഫ് ഹൈ ഇന്റൻസിറ്റി എക്സർസൈസ്. അതായത് ഒന്നെങ്കിൽ ഒരു ആഴ്ച 75 മിനിറ്റ്, മൊത്തം 75 മിനിറ്റ് വരെ, അതായത് ഒരു ദിവസം 12 മിനിറ്റ് എങ്കിലും നമ്മൾ 11 മിനിറ്റ് എങ്കിലും നമ്മൾ ഹൈ ഇന്റൻസിറ്റി എക്സർസൈസിൽ ഏർപ്പെടുക. അതല്ലെങ്കിൽ ഒരാഴ്ച 150 മിനിറ്റോളം എയറോബിക് എക്സർസൈസ്, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എക്സർസൈസിൽ നമ്മൾ ഏർപ്പെടുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ കുറച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ബ്ലഡ് പ്രഷറിന്റെ കേസിൽ അതിന്റെ മാനേജ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസ് തന്നെയാണ്. ഒന്നെങ്കിൽ ഹൈ ഇന്റൻസിറ്റി എക്സർസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി ആയിട്ടുള്ള എക്സർസൈസ്. ഹൈ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മുടെ ശരീരം, ഉദാഹരണമായിട്ട് ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ സ്വിമ്മിങ്, അതല്ലെങ്കിൽ വളരെ എയറോബിക് എക്സർസൈസ്, ചാടിക്കൊണ്ടിരിക്കുന്ന എക്സർസൈസുകൾ. അപ്പൊ അങ്ങനെയുള്ള എക്സർസൈസ് ഒക്കെ കൂടുതൽ എനർജി, കലോറി ബേൺ ഔട്ട് ചെയ്യുന്ന എക്സർസൈസുകളാണ്. അപ്പൊ അത് കുറച്ചു നേരം ചെയ്താലും മതി, പക്ഷെ അതിന്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് നടക്കുക ഡെയിലി, അപ്പൊ അതൊക്കെ മോഡറേറ്റ് ആയിട്ടുള്ള എക്സർസൈസുകളാണ്. അത്തരം എക്സർസൈസുകളിൽ നമ്മൾ ഏർപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹൈപ്പർ ടെൻഷന്റെ ഒരു മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ഒരു ഡിസീസ് എന്ന് പറയുന്നത് ആർട്ടീരിയോസ്ക്ലീറോസിസ് ആണ്. ഇതും ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആർട്ടീരിയോസ്ക്ലീറോസിസ്. കാരണം ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടോ. ഈ ആർട്ടീരിയോസ്ക്ലീറോസിന്റെ കേസിൽ നമ്മൾ കാണുന്നത് ആർട്ടറിയുടെ ഉള്ളിൽ ഇതുപോലെ എന്താണ് ഒരു കൊളസ്ട്രോൾ വന്ന് അല്ലെങ്കിൽ ഫാറ്റ് പാർട്ടിക്കിൾസ് വന്ന് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ ഡിപ്പോസിഷൻ ഓഫ് കൊളസ്ട്രോൾ ഓൺ ദ വാൾ ഓഫ് ദ ആർട്ടറി. ഇതുപോലെ ആർട്ടറിയുടെ ഭിത്തികളിൽ ഫാറ്റ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോർമൽ ആർട്ടറിയുടെ ആ ഒരു ഹോളിന്റെ സുഷിര നോക്കുക എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഈ ആർട്ടറിയുടെ ഭിത്തികളിൽ നമ്മൾ ഫാറ്റ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് അതെങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് നോക്കുക. അപ്പൊ അതിന്റെ ആ ഒരു ഹോളിന്റെ ഡയമീറ്റർ ചുരുങ്ങിപ്പോകും. അപ്പൊ അതിൽ കൂടി കുറച്ച് മാത്രമേ ബ്ലഡ് പോകുള്ളൂ. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ബ്ലോക്ക് ചെയ്ത് കളയും.
അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ആണ് ആർട്ടീരിയോസ്ക്ലിയറോസിസിൽ ഉള്ളത്. ബേസിക്കലി ആർട്ടീരിയോസ്ക്ലിയറോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ there will be fat deposition on the wall of the artery. In addition to the fat deposition on the wall of the artery, നമ്മൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ആർട്ടറിക്ക് നോർമലി ഒരു സൈക്കിൾ ട്യൂബ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യണ പോലെ ഒന്ന് എലാസ്റ്റിക് ആണ്, കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തോളൂ, ബ്ലഡ് അതിൽ കൂടി കടന്നു പോകുമ്പോൾ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യും. ആ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി, ആ എലാസ്റ്റിക് നേച്ചർ ഓഫ് ദ ബ്ലഡ് വെസൽ, വാൾ ഓഫ് ദ ബ്ലഡ് വെസൽ, ദാറ്റ് വിൽ ബി ലോസ്റ്റ്. എന്ന് വെച്ചാൽ ഹാർട്ടറി കൂടുതൽ റിജിഡ് ആവും, ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ കൂടി പോകുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു റബ്ബർ ട്യൂബിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് ഇത്തിരി എക്സ്പാൻഡ് ചെയ്യും. ശക്തമായൊരു പ്ലാസ്റ്റിക് പൈപ്പിൽ കൂടി അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പൈപ്പിൽ കൂടി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊട്ടും എക്സ്പാൻഡ് ചെയ്യത്തില്ല. അപ്പൊ ആ എക്സ്പാൻഡ് ചെയ്യാനുള്ള എലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ ആർട്ടറി ദാറ്റ് വിൽ ബി ലോസ്റ്റ്. അതാണ് ഈ ആർട്ടീരിയോസ്ക്ലിയറോസിസിന്റെ ഒരു മേജർ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. അത് ദാറ്റ് വിൽ ബി ബ്ലോക്കിംഗ് ദ ഡയമീറ്റർ, റെഡ്യൂസിംഗ് ദ ഡയമീറ്റർ ഓഫ് ദ ആർട്ടറി. The second problem is that it will be reducing the elastic property of the property of arterial wall. ആർട്ടറിയുടെ ഭിത്തികളുടെ എലാസ്റ്റിക് നേച്ചർ അത് നഷ്ടപ്പെടുത്തി കളയും. ഇങ്ങനെ രണ്ടും കൊണ്ടാണ് സാധാരണ ഇതിൽ ആർട്ടീരിയോസ്ക്ലിയറോസിസ് എന്നും പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ആർട്ടീരിയോസ്ക്ലിയറോസിസിൽ നമുക്ക് റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ ആണ്, റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ. അപ്പൊ നമുക്കിപ്പോ ആർട്ടറിയുടെ ഏതെങ്കിലും ഒരു ഹാർട്ടിലോട്ട് പോകുന്ന ഒരു ബ്ലഡ് വെസൽ, കൊറോണറി ആർട്ടറിയിലാണ് ഈ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻ വന്നെങ്കിൽ ഹാർട്ടിലോട്ട് ബ്ലഡ് കിട്ടില്ല. ഹാർട്ടിലോട്ട് ബ്ലഡ് കിട്ടില്ലെങ്കിൽ ഹാർട്ട് സ്റ്റോപ്പ് ആയി പോകും. ബ്രെയിനിലോട്ട് പോകുന്നതാണെങ്കിൽ ബ്രെയിൻ സ്റ്റോപ്പ് ആയി പോകും. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് സാധാരണ ഇതിൽ മരണ കാരണമായിട്ട് പലപ്പോഴും വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാറ്റ് ഡിപ്പോസിഷൻ കുറയ്ക്കുക. ഫാറ്റ് ഡിപ്പോസിഷൻ ഒരു നിശ്ചിത അളവിന് മുകളിലോട്ട് വരുമ്പോൾ മാത്രമാണ് ഈ ആർട്ടറിയുടെ ഭിത്തികളിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് അത് അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആർട്ടീരിയോസ്ക്ലിയറോസിസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. ഇനിയുള്ളത് സ്ട്രോക്കാണ്. നമ്മൾ സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ സഡൻ ഇന്ററപ്ഷൻ ഇൻ ദ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ഹാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അതുപോലെ ബ്രെയിനിലോട്ടാണ് പോകുന്ന ബ്ലഡ് വെസലിൽ ഒരു സഡൻ ഇന്ററപ്ഷൻ മീൻസ് സ്റ്റോപ്പിംഗ്. There is a sudden stopping of blood supply to the brain. Then that situation is known by the name stroke. അപ്പൊ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ആർട്ടറി ഇതുപോലെ പെട്ടെന്ന് ബ്ലോക്ക് ആയി പോവുക, ഏതെങ്കിലും ഒരു ആർട്ടറി സഡൻ ആയിട്ട് ബ്ലോക്ക് ആയി പോവുകയാണെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ദാറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിൽ നോട്ട് ബി ഗെറ്റിംഗ് ഇനഫ് എമൗണ്ട് ഓഫ് ബ്ലഡ്. അത് ആ ഒരു ബ്രെയിനിന്റെ ആ ഒരു പോർഷൻ ചിലപ്പോൾ ഡെഡ് ആയി പോകും. ഇതാണ് പലപ്പോഴും സ്ട്രോക്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്ട്രോക്ക് വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ആർട്ടീരിയോസ്ക്ലിയറോസിസ് ആണ്. ആർട്ടീരിയോസ്ക്ലിയറോസിസ് കൊണ്ട് ബ്രെയിനിലോട്ട് പോകുന്ന ഒരു ആർട്ടറിയിൽ ഇതുപോലെ ഫാറ്റ് ഡിപ്പോസിഷൻ വരികയാണെങ്കിൽ ആ ഒരു ബ്രെയിനിന്റെ ആർട്ടറി ബ്ലോക്ക് ആയി പോകും. എന്ന് വെച്ചാൽ ആ ആർട്ടറി സപ്ലൈ ചെയ്യുന്ന ബ്രെയിനിന്റെ റീജിയൻസിന് ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടാതെ വരുന്നു. അത്തരം ഒരു സിറ്റുവേഷനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഈ സ്ട്രോക്ക് തന്നെ പല ടൈപ്പ് ഉണ്ട്, അതേക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. എല്ലാ സ്ട്രോക്കിന്റെയും കേസിൽ അത് വളരെ സഡൻ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ബ്രെയിൻ അറ്റാക്ക് എന്നൊക്കെ ചിലപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ 2-3 രീതിയിലുള്ള സ്ട്രോക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ടൈപ്പ് ഓഫ് സ്ട്രോക്കിന്റെ കേസിൽ നമ്മൾ കാണുന്നത് അബ്രപ്റ്റ് ബ്ലോക്കേജ് ഓഫ് ആർട്ടറി ലീഡിങ് ടു ദ ബ്രെയിൻ. ഏതെങ്കിലും ബ്രെയിനിന്റെ ഒരു ആർട്ടറിയിലോട്ട് ഉള്ള ഒരു ആർട്ടറി ബ്ലോക്ക് ആയി പോവുകയാണെങ്കിൽ ബ്രെയിനിലോട്ട് ബ്ലഡ് സപ്ലൈ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആയി പോകുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഷീമിക് സ്ട്രോക്ക് എന്നാ പറയുന്നത്. ഇഷീമിക് സ്ട്രോക്ക് അതായത് ഒരു ബ്രെയിനിലോട്ട് പോകുന്ന ഒരു ബ്ലഡ് വെസലിൽ ഒരു ബ്ലോക്ക് വരിക. And as a result, that the supply of blood to the brain will be reduced. And that situation is known by the ischemic stroke. ഇനി വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. ചില സമയത്തും ഇങ്ങനെ ഒരു ബ്രെയിനിലോട്ട് പോകുന്ന ബ്ലഡ് വെസലിൽ ഇതുപോലെ ഒരു എവിടെയെങ്കിലും വന്ന് ഈ ഒരു ഫാറ്റ് ഇതുപോലെ ഒരു ക്ലോട്ട് കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇതിന് താഴെയുള്ള റീജിയൻ അങ്ങ് ബൾജ് ചെയ്ത് വരും. ബൾജ് ചെയ്ത് അവസാനം ചിലപ്പോൾ ഈ ഒരു ബ്ലഡ് വെസൽ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ബ്ലഡ് എല്ലാം നേരെ ബ്രെയിനിലോട്ട് റിലീസ് ചെയ്യപ്പെടുക. അങ്ങനെ ബ്ലഡ് ബ്രെയിനിന്റെ സെൽസിലോട്ട് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രെയിൻ സെൽസ് എല്ലാം ഡെഡ് ആയി പോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹെമറേജിക് സ്ട്രോക്ക് എന്ന വാക്കുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ 2 രീതിയിൽ സ്ട്രോക്ക് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ വരികയാണെങ്കിൽ അതിനെ ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നു.
ബ്ലഡ് ഒരു ബ്ലഡ് വെസൽ ബേസ്റ്റ് ചെയ്യണത് പൊട്ടിപ്പോയിട്ട് ബ്ലഡ് പുറത്തോട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ബൈ ഇതിന് ഹെമറേജിക് സ്ട്രോക്ക്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സ്ട്രോക്ക് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഹെമറേജിക് സ്ട്രോക്ക് ആവട്ടെ ഹിഷീമിക് സ്ട്രോക്ക് ആവട്ടെ, രണ്ട് ടൈപ്പ് സ്ട്രോക്കിന് ഒരു സഡൻ ഇന്റർവെൻഷൻ, സഡൻ ട്രീറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ആ പേഷ്യന്റിന്റെ ചിലപ്പോൾ ഡെത്ത് തന്നെ സംഭവിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്ട്രോക്ക് കൂടുതൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രമാത്രം എയർലി ആയിട്ട് നമ്മൾ ആ സ്ട്രോക്കിനെ റിപ്പയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ക്ലോട്ടിനെ റിപ്പയർ ചെയ്യുന്നുണ്ടോ, അത്രയും ഫാസ്റ്റ് ആയിട്ട് ആ ഒരു പേഷ്യന്റിന് എന്താണ് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് സ്ട്രോക്കിന്റെ കേസിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് സ്ട്രോക്ക് നമ്മൾ എഫക്ട് ചെയ്യുന്നത്? ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ഇൻജേർഡ് ആൻഡ് ഹൗ സിവിയർലി ഇറ്റ് ഈസ് ഇൻജേർഡ്. ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് ഈ സ്ട്രോക്ക് മൂലം ഡാമേജ് ആയിരിക്കുന്നത്, അത് എത്രമാത്രം ശക്തമായിട്ടാണ് ആ ഡാമേജ്, എത്രമാത്രം സിവിയർ ആയിട്ടാണ് ആ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കുക. അപ്പൊ കൂടുതൽ സിവിയർ ആണെങ്കിൽ അത് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന എഫക്ട് കൂടുതലായിരിക്കും. അപ്പൊ സ്ട്രോക്കിന്റെ ഒരു പ്രത്യേകത, സ്ട്രോക്കിന്റെ കേസിൽ വീക്ക്നെസ് ഉണ്ടാവുന്നു, ലോസ് ഓഫ് സെൻസേഷൻ ഉണ്ടാവുന്നു, ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ്, സീയിങ്, വാക്കിംഗ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കൊണ്ടാണ് നമുക്ക് സ്ട്രോക്ക് ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ചില സമയത്ത് സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകളിൽ ഇപ്പൊ ഹെഡേക്ക് ഉണ്ടാവും. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു തലവേദനയോ മറ്റൊന്നും തന്നെ കാണണമെന്നില്ല, കംപ്ലീറ്റ്ലി പെയിൻലെസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ട്രോക്കിന്റെ ഒരു വാർണിംഗ് സിഗ്നൽസ്, ബിഗിനിങ് സൈൻസ് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ച് ഒരു വേണ്ട നടപടികൾ, വേണ്ട ട്രീറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ സ്ട്രോക്കിന്റെ കേസിൽ എന്തുമാത്രം കൂടുതലാണ് ബ്രെയിനിന്റെ ഡാമേജ്, അത്രമാത്രം സ്ലോ ആയിരിക്കും, അത്രമാത്രം ചാൻസ് കുറവാണ് റിക്കവറി എന്ന് പറയുന്നത്. അപ്പൊ ഒരു മൈൽഡ് സ്ട്രോക്ക് ആണെങ്കിൽ പലപ്പോഴും ഒത്തിരി ബ്രെയിൻ സെൽസ് ഒന്നും ഡെഡ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സിവിയർ സ്ട്രോക്ക് ആണെങ്കിൽ ഒരുപാട് ബ്രെയിനിന്റെ റീജിയൻ ചിലപ്പോൾ ഡെഡ് ആയി പോയിട്ടുണ്ടാകും. പിന്നെ ആ ഒരു പേഷ്യന്റ് ചിലപ്പോൾ ചിലപ്പോൾ ഒരു നോർമൽ ലൈഫിലോട്ടൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാനൊക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം സ്ട്രോക്കിന്റെ കേസിലുണ്ട്. ഇനി ഇസ്കീമിക് സ്ട്രോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 80% ഓഫ് സ്ട്രോക്കിനും കാരണമായിട്ടുള്ളത് ക്ലോട്ട് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡ് വെസലിൽ ബ്ലോക്ക് വരുന്നതാണ്. അതിനെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. 80% ഓഫ് സ്ട്രോക്കും ഈ ഒരു കാറ്റഗറിയാണ്. ദെൻ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്, നേരത്തെ പറഞ്ഞ പോലെ ആർട്ടറി പൊട്ടിപ്പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരെ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നു. വേറൊരു ടൈപ്പ് ഉണ്ട്, അതിന്റെ തന്നെ ഒരു മോഡിഫൈഡ് വെർഷൻ ആണ് സബ് അരക്കനോയിഡ് ഹെമറേജ്. സബ് അരക്കനോയിഡ് ഹെമറേജിന്റെ കേസിൽ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റപ്ചർ ഓഫ് ആർട്ടറി ഉണ്ട്, ആർട്ടറി പൊട്ടിപ്പോയിട്ടുണ്ട്. ബട്ട് ദാറ്റ് വിൽ ബി ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സബ് അരക്കനോയിഡ് സ്പേസ്. അതായത് സബ് അരക്കനോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നതിന്റെ താഴെയായിട്ടാണ് ഈ പറഞ്ഞ സബ് അരക്കനോയിഡ് സ്പേസ് കാണപ്പെടുന്നത്. ആ ഒരു സബ് അരക്കനോയിഡ് സ്പേസിലാണ് ഈ ഒരു ബ്ലഡ് വെസൽ പൊട്ടി ബ്ലഡ് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സബ് അരക്കനോയിഡ് ഹെമറേജ് എന്ന വാക്കുകൊണ്ടാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് ഹെമറേജസ് നമുക്ക് സാധാരണയിൽ ഈ ഇതിന്റെ കേസിൽ നമുക്ക് സ്ട്രോക്കിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ തന്നെ വേറൊരു ചെറിയൊരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്, കാർഡിയാക് ഫിറ്റ്നസ്. കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ദ ഹാർട്ട് ആൻഡ് ലങ്സ് ടു സപ്ലൈ ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ദ വർക്കിംഗ് മസിൽ ടിഷ്യൂ ഓർ എബിലിറ്റി ഓഫ് മസിൽ ടു യൂസ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എനർജി. ഇതിനെയാണ് നമ്മൾ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹാർട്ട് ഡിസീസിന്റെ ഒരു മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം എക്സസൈസ് ചെയ്യുക, എറോബിക് എക്സസൈസ്, എക്സസൈസ്, അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജനറൽ മെറ്റബോളിസം, അതുപോലെ നമ്മുടെ മസിലിന്റെ മെറ്റബോളിസം, ഇതെല്ലാം നമ്മൾ വർദ്ധിക്കും. നമ്മുടെ ബ്ലഡിന്റെ ഹിമോഗ്ലോബിന്റെ എമൗണ്ട് കൂടും. ബ്ലഡിന് കൂടുതൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻക്രീസ്ഡ് എക്സസൈസ് കൊണ്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ എക്സസൈസ് എന്തുമാത്രം കൂടുന്നു അത്രയും എമൗണ്ട് HB അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ഹിമോഗ്ലോബിൻ നമ്മുടെ കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൂടുതൽ ഭാഗത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ബേസിക്കലി കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇനി ഇവിടെ മെറ്റബോളിക് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മെറ്റബോളിക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വഴി കൂടുതൽ ഓക്സിജൻ നമ്മുടെ മസിൽസിനും മറ്റു ടിഷ്യൂസിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ബോഡിക്ക് സാധിക്കും. ഈ ഒരു കപ്പാസിറ്റിനെയാണ് ദ പേഴ്സൺ നമ്മുടെ റിഗറസ് ഫിസിക്കൽ ട്രെയിനിങ് വഴി ദ ബോഡി ക്യാൻ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് സപ്ലൈ ടു ദ മസിൽസിലോട്ടും ആസ് വെൽ ആസ് ടു അതർ ടിഷ്യൂസ്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതിനെ നമ്മൾ മെറ്റബോളിക് ട്രെയിനിങ് എന്ന വാക്കുകൊണ്ടാണ് മീൻ ചെയ്യുന്നത്. മെറ്റബോളിക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സാധാരണ ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് എയറോബിക് ട്രെയിനിങ് എന്നുണ്ട്, മറ്റൊന്ന് എനേറോബിക് ട്രെയിനിങ് എന്ന് പറയുന്നുണ്ട്. എയറോബിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെയധികം റിഗറസ് ആയിട്ടുള്ള ചാട്ടവും ഓട്ടവും ഒക്കെയാണ് എയറോബിക് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതൽ എനർജി ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി സ്പെൻഡ് ചെയ്യുന്ന ഒരു തരം പ്രോസസ്സാണ്. അപ്പൊ ആ വഴി നമുക്ക് മെറ്റബോളിക് ട്രെയിനിങ് ഉണ്ടാകും. അതുപോലെ എനേറോബിക് ഒത്തിരി റിജിഡ് അല്ല, ഒത്തിരി ഹാർഡ് അല്ല, അങ്ങനെയുള്ള മൈൽഡ് എക്സസൈസ് വഴിയാണ് എനേറോബിക് ട്രെയിനിങ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റു 2-3 കാര്യങ്ങൾ ഈ കാർഡിയോവാസ്കുലർ ഫിറ്റ്നസിന്റെ കേസിൽ പറയാനുണ്ട്. അതിലൊന്ന് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഒരു കാർഡിയോവാസ്കുലർ ഫിറ്റ്നസിന് കാരണമായിട്ട് വരുന്നത്, ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടി നമുക്കൊന്ന് പറയാനുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കാർഡിയോവാസ്കുലർ ഫിറ്റ്നസിനെ എഫക്ട് ചെയ്യുന്ന ഏറ്റവും മേജർ ഫാക്ടർ എക്സസൈസ് തന്നെയാണ്. നമ്മൾ മോർ യുവർ ബോഡി എക്സസൈസ് more the energy that will be spent by the body. കൂടുതൽ എനർജി ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടാവും. കൂടുതൽ ബോഡി എനർജി നഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഫാറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് അംശം ഫാറ്റ് അത് ബോഡിയിലുള്ള ന്യൂട്രിയൻസ് ഫാറ്റ് ആയിട്ട് മാറി ആ ഫാറ്റ് എല്ലാം ബോഡി തന്നെ കെട്ടിക്കിടക്കുന്ന അവശേഷിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ആ ഒരു ഇതാണ് ഈ കാർഡിയോവാസ്കുലർ ഫിറ്റ്നസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ മസിൽസ് ഇൻവോൾവ് ഇൻ റെസ്പിറേഷൻ. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഇന്റർകോസ്റ്റൽസ്, നമ്മുടെ റിബ്സിന് ഇടക്കുള്ള മസിൽസിനെയാണ് നമ്മൾ ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുന്നത്. അതുപോലെ ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിന് താഴെയുള്ള ഒരു ബോണാണ്. ഈ റിബ്സ് എല്ലാം അത് ചേർത്ത് വെച്ചിരിക്കുന്ന ബോൺസിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നതല്ല. ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിനെയും അബ്ഡോമിനൽ ക്യാവിറ്റിനെയും വേർതിരിക്കുന്ന ഒരു മസ്കുലർ മെംബ്രെയിൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ഡയഫ്രത്തിലോട്ട് കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന ഒരവസ്ഥ വരും. ആ ഡയഫ്രം കൂടുതൽ സ്ട്രോങ്ങർ ആവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ അത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ദെൻ എന്താണ് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ എക്സസൈസിന്റെ കൂടുതൽ അളവനുസരിച്ചാണ് നമ്മുടെ ബ്ലഡിന്റെ എമൗണ്ട് കൂടും. The more you exercise, more amount of hemoglobin will be formed and more muscles become more stronger and more healthier. അതാണ് ഈ റെഗുലർ എക്സസൈസ് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഡ്യൂറിങ് എക്സസൈസ് നമ്മുടെ സെൽസിനകത്തുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയ നമ്മുടെ സെൽസിനകത്താണ് കാണപ്പെടുന്നത്. ആ മൈറ്റോകോൺട്രിയയുടെ ഒരു സൈസ് നമ്പറും ഒക്കെ കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Then what are the benefits of cardiovascular fitness? ഒന്ന് റിഡക്ഷൻ ഇൻ BP. നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ BP കുറയുന്നു. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യത പലപ്പോഴും കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ഉണ്ട്. അപ്പൊ അത് കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഡെവലപ്പിംഗ് കൊറോണറി ഹാർട്ട് ഡിസീസ്. ആ ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ പ്രധാനമായിട്ടും അതുപോലെ ലോവർ ഇൻസിഡൻസ് ഓഫ് ഡയബറ്റിസ്. അത് നേരത്തെ ഡയബറ്റിസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഡയബറ്റിസ് ഒരു മേജർ പ്രോബ്ലമാണ്. കാരണം ഡയബറ്റിസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് പറയാൻ, ഇറ്റ് ഈസ് എ ഡിസീസ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ഓൾമോസ്റ്റ് ഓൾ ദ സിസ്റ്റം. നമ്മുടെ ബോഡിയുടെ എല്ലാ സിസ്റ്റത്തെയും എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസും മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ when we are exercising, that will be reducing our risk for stroke, heart attack and heart rate. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ ലോവർ ഫാറ്റ് മാസ്
ഇൻക്രീസ്ഡ് ഫാറ്റിന്റെ എമൗണ്ട് കുറയുക, എന്നാൽ ലോവർ ഫാറ്റ് മാസ് എന്ന് പറയാം. ഇൻക്രീസ്ഡ് ബോൺ മാസ്, ബോണിന്റെ കട്ടിയും വെയിറ്റും ഒക്കെ കൂട്ടുക. അപ്പൊ അതാണ് ഇൻക്രീസ്ഡ് ബോൺ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, ഇംപ്രൂവ്ഡ് എനർജി ലെവൽസ് ആൻഡ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഇൽനെസ്. ഇപ്പൊ നിങ്ങൾ ഈ കൊറോണ വന്നപ്പോൾ തന്നെ അറിയാം, നമുക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, യാതൊരു മരുന്നുമില്ലാത്തൊരു ഇതിനെയാണ് നമ്മൾ യുദ്ധം ചെയ്തത്. പക്ഷെ എല്ലാവരും അത് എഫക്ട് ചെയ്യുന്നില്ല, ചില ആളുകൾ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എല്ലാ രോഗം വരാനുള്ള സാധ്യതയൊന്നും അതിൽ നിന്ന് തന്നെ വ്യക്തമാകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു എക്സർസൈസ് വഴി നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് ഓഫ് ഡിസീസ് വരാനുള്ള സാധ്യത കുറയും. നമ്മുടെ ബോഡിയിൽ മറ്റുള്ള പല മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയയും വൈറസും ഒക്കെ കയറി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറേയധികം അഡ്വാൻറ്റേജസ്, ഇംപ്രൂവ്ഡ് എനർജി ലെവൽസ്, ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഇൽനെസ്, ദെൻ ഇതൊക്കെയാണ് നമ്മൾ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഡിസീസും ആൻഡ് ദർ മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ്? റോൾ ഓഫ് എക്സർസൈസ് ആണ്. റോൾ ഓഫ് എക്സർസൈസ് തന്നെയാണ് അതിന്റെ മാനേജ്മെന്റിലുള്ളത്. ദെൻ മറ്റൊരു കാര്യം, പല ഹാർട്ട് ഡിസീസുകളും കുറയ്ക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഫാറ്റിന്റെ എമൗണ്ട് കുറയ്ക്കണം. രണ്ട് കാരണമാണ്. ഫാറ്റ് ആണ് ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ. ദെൻ ബ്ലഡ് പ്രഷർ. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ, ഫാറ്റ്, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ പരമാവധി മിനിമം ആയിട്ടിരിക്കാം. അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഹാർട്ട് ഡിസീസിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലുള്ളത്.